പീറ്റർ പാർക്കർ ആ കുതിരവണ്ടി ശ്രദ്ധാപൂർവം നിരീക്ഷിച്ചു. മനോഹരമായി പണിതീർത്ത വണ്ടികളായിരുന്നു അവ. ഒരെണ്ണം അവർക്ക് സഞ്ചരിക്കാനും മറ്റൊന്ന് ലഗേജ് കൊണ്ടുപോകാനും. കയറ്റവും ഇറക്കവുമുള്ള ഉരുളൻ കല്ലുകൾ നിറഞ്ഞ പാതയായതിനാൽ യാത്ര ദുഷ്കരമായിരിക്കുമെന്ന് വണ്ടിക്കാരൻ മുന്നറിയിപ്പ് നൽകി. ലാറിയൻ, അതായിരുന്നു ഒരു വണ്ടിക്കാരൻ്റെ പേര്. മറ്റേയാൾ ഹെൻറി. കരുത്തന്മാരാണ് കുതിരകൾ, പീറ്റർ പാർക്കർ ഗ്രെഗ് ഹഡ്സണോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഹോട്ടൽ മാനേജർ ഹെർമൻ പറഞ്ഞു, ഓട്ടോമൻ പടയാളികൾക്ക് ധാരാളം അറബിക്കുതിരകൾ ഉണ്ടായിരുന്നു സാർ. വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ആ പരമ്പരയിൽപ്പെട്ട കുതിരകൾ ഇന്നും കരുത്തന്മാർ തന്നെ. കാർപ്പാത്യൻ മലയുടെ ഒരു ശിഖരം അടർത്തി വണ്ടിയിൽ വെച്ചു കൊടുത്താൽ അതുമായി പായാനും അവയ്ക്ക് ബുദ്ധിമുട്ടില്ല. ഹെർമൻ്റെ തമാശ വണ്ടിക്കാർക്കിഷ്ടമായി. അവർ പുഞ്ചിരി തൂക്കിക്കൊണ്ട് തിരക്കിട്ട് ബാഗുകൾ എടുത്ത് വണ്ടിയിൽ വെച്ചു. വണ്ടിക്കാരൻ കൂടെ കൂടെ വാച്ച് നോക്കുന്നത് കാണാമായിരുന്നു. അവരുടെ ഓരോ പ്രവൃത്തിയിലും എന്തോ തിരക്കുള്ളതുപോലെ ഗ്രെഗ് ഹഡ്സണ് തോന്നി. എങ്ങോട്ടാണ് യാത്ര? അവർ വണ്ടിയിൽ കയറുമ്പോൾ വണ്ടിക്കാരൻ ലാറിയൻ ചോദിച്ചു. അപ്പോൾ പീറ്റർ പാർക്കർ പറഞ്ഞു, ഡെവിൾസ് വില്ലേജിലേക്ക്. അയ്യോ, എന്തിനാണ് നിങ്ങൾ അവിടേക്ക് പോകുന്നത്? ഭീതിയോടെ പിന്നാക്കം തിരിഞ്ഞു നോക്കിക്കൊണ്ട് വണ്ടിക്കാരൻ ലാറിയൻ ചോദിച്ചു. ചരിത്രവുമായി ബന്ധപ്പെട്ട ചിലതൊക്കെ പഠിക്കാനാണ്, ഗ്രെഗ് ഹഡ്സൺ പറഞ്ഞു. അപ്പോൾ വണ്ടിക്കാരൻ വിറയാർന്ന ശബ്ദത്തിൽ ചോദിച്ചു, നിങ്ങൾക്ക് പഠിക്കാൻ പിശാചുക്കളുടെ ചരിത്രമല്ലാതെ മറ്റൊന്നുമില്ലേ? ആ ചോദ്യത്തിന് പീറ്റർ പാർക്കറും ഗ്രെഗ് ഹഡ്സണും മറുപടിയൊന്നും പറഞ്ഞില്ല. തൻ്റെ ചോദ്യം അല്പം കടന്നുപോയി എന്ന് വണ്ടിക്കാരനും തോന്നി. അതുകൊണ്ട് അയാൾ പിന്നീടൊന്നും സംസാരിക്കാതെ കുതിരയെ നിയന്ത്രിച്ചു കൊണ്ടിരുന്നു. ഉരുളൻ കല്ലുകൾക്ക് മുകളിലൂടെ ചാടിയും ചെരിഞ്ഞും വണ്ടി മുന്നോട്ട് നീങ്ങി. ബാഗുമായി പിന്നാലെ വണ്ടി വരുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ അവർ ഇടയ്ക്കിടെ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. വണ്ടി പലപ്പോഴും അമിത വേഗത്തിലായിരുന്നു. അപ്പോൾ ഗ്രെഗ് ഹഡ്സൺ ചോദിച്ചു, എന്തിനാണ് ഇത്ര തിരക്ക് കൂട്ടുന്നത്? നമുക്ക് സന്ധ്യയ്ക്ക് മുമ്പ് തിരിച്ചു വരേണ്ടേ? വണ്ടിക്കാരൻ തിരിച്ചു ചോദിച്ചു. അപ്പോൾ പീറ്റർ പാർക്കർ പറഞ്ഞു, ലാറിയൻ, നമ്മൾ ഇന്ന് അവിടെ താമസിക്കും, ചിലപ്പോൾ ഒരു ദിവസം കൂടി. പഴയ കല്ലറകൾ, അവയുടെ മാതൃകകൾ, അവയിലെ എഴുത്തുഭാഷ, ഇങ്ങനെ പലതും നോക്കി മനസ്സിലാക്കണം. കുറിപ്പെടുക്കുകയും വേണം. അപ്പോൾ ഇന്ന് രാത്രി ആ പ്രേതഭൂമിയിൽ താമസിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? ലാറിയൻ ചോദിച്ചു. അതെ, അതുതന്നെയാണ് ഞങ്ങളുടെ തീരുമാനം, പീറ്റർ പാർക്കർ പറഞ്ഞു. ലാറിയൻ പിന്നീടൊന്നും സംസാരിച്ചില്ല. കുതിരകളെ നിയന്ത്രിക്കുന്നതിൽ മാത്രമായിരുന്നു ലാറിയൻ്റെ ശ്രദ്ധ മുഴുവനും. എങ്കിലും അയാളുടെ മനസ്സ് അസ്വസ്ഥമാണെന്ന് ആ മുഖഭാവത്തിൽ നിന്ന് പീറ്റർ പാർക്കർക്ക് മനസ്സിലായി. വനം അതിൻ്റെ സകല മനോഹാരിതയോടും ഭീകരതയോടും കൂടി പാതയുടെ ഇരുവശങ്ങളിലുമായി നിലകൊണ്ടു. വീണ്ടും മുമ്പോട്ട് പോയപ്പോൾ വൃക്ഷങ്ങളുടെ നിബിഡത കുറഞ്ഞു വന്നു. അങ്ങിങ്ങ് മൂടി പുതച്ച ഭൂതങ്ങളെപ്പോലെ സൈപ്രസ് മരങ്ങൾ നിൽക്കുന്നത് കാണാമായിരുന്നു. കാട്ടുമുയലുകളും കുറുക്കന്മാരും പാഞ്ഞു വരുന്ന വണ്ടി കണ്ട് ഭയപ്പെട്ട് വഴിമാറി. മരങ്ങളിൽ പലതരം പക്ഷികൾ വിചിത്ര ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചു. പീറ്റർ പാർക്കർ മറ്റെല്ലാം മറന്ന് ആ വനഭംഗി ആസ്വദിക്കുകയാണെന്ന് ഗ്രെഗ് ഹഡ്സണ് തോന്നി. ഏതാനും നിമിഷം കഴിഞ്ഞപ്പോൾ വണ്ടിക്കാരൻ ലാറിയൻ വീണ്ടും സംസാരിച്ചു തുടങ്ങി. സാർ, നിങ്ങൾ അവിടെ എങ്ങനെ രാത്രി കഴിച്ചുകൂട്ടും? അവിടെ വീടുകളില്ലല്ലോ. പോരെങ്കിൽ ചെന്നായകളുടെയും മറ്റു വന്യമൃഗങ്ങളുടെയും ശല്യവുമുണ്ട്. അവിടെ ആൾപ്പാർപ്പില്ലാത്ത ധാരാളം വീടുകളുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അതിലൊന്നിൽ രാത്രി കഴിയാമല്ലോ, പീറ്റർ പാർക്കർ പറഞ്ഞു. അത് കേട്ടതും ശബ്ദം താഴ്ത്തി കഴിയുന്നിടത്തോളം പ്രശാന്തത വരുത്തി ലാറിയൻ പറഞ്ഞു, സാർ, ഇത് ഇംഗ്ലണ്ട് അല്ല. നിമിഷം കൊണ്ട് കാലാവസ്ഥ മാറും. മഴ, കൊടുങ്കാറ്റ്, മഞ്ഞ്, പോരെങ്കിൽ വന്യമൃഗങ്ങളും. അതുകൊണ്ട് നിങ്ങൾ... അയാൾ പറഞ്ഞു തീരും മുമ്പ് എവിടെയോ ഒരു ചെന്നായയുടെ ഓരിയിടൽ മുഴങ്ങി. മലനിരകളിൽ ആ ശബ്ദം പ്രതിധ്വനിച്ചു. അപ്പോൾ ഭയത്തോടെ കുരിശു വരച്ചുകൊണ്ട് ലാറിയൻ പറഞ്ഞു, സാർ, കേട്ടില്ലേ? പകൽ പോലും ചെന്നായ്ക്കൾ ഇറങ്ങി നടക്കുന്ന പ്രദേശമാണിത്. ഈ പ്രദേശം മുഴുവൻ ഡ്രാക്കുള പ്രഭുക്കന്മാരുടെ അധീനതയിലായിരുന്നു. കേട്ടിട്ടുണ്ട്. ആ പുസ്തകം ഞങ്ങൾ വായിച്ചിട്ടുമുണ്ട്, പീറ്റർ പാർക്കറും ഗ്രെഗ് ഹഡ്സണും ഒന്നിച്ചു പറഞ്ഞു. പക്ഷേ പുസ്തകത്തിലുള്ളതിലധികം കഥകൾ പ്രഭുവിനെക്കുറിച്ച് ട്രാൻസിൽവാനിയയിൽ പ്രചരിച്ചിട്ടുണ്ട്. വ്ലാദ് ഡ്രാക്കുൾ എന്ന പ്രഭുവിൻ്റെ മകനായിരുന്നു ഡ്രാക്കുള. ഡ്രാക്കുള എന്ന് പറഞ്ഞാൽ
ഡ്രാക്കുളിൻ്റെ മകൻ എന്നാണ് ഞങ്ങളുടെ ഭാഷയിൽ അർത്ഥം. ഞങ്ങളുടെ പ്രഭു ഭൂതവും പിശാചുമൊന്നും ആയിരുന്നില്ല. ഡാന്യൂബ് നദിയുടെ ഇരുകരകളിലുമുള്ള പാവപ്പെട്ടവരുടെ രക്ഷകനായിരുന്നു. പക്ഷേ പിന്നീട് അദ്ദേഹം പിശാചായി മാറി. പക നിറഞ്ഞ ക്രൂരനായ രക്തരക്ഷസ്. ആ കഥ കേൾക്കാൻ ഗ്രെഗ് ഹഡ്സൺ കാതോർത്തിരുന്നു. അപ്പോൾ അകലേക്ക് കൈ ചൂണ്ടി ലാറിയൻ പറഞ്ഞു, നോക്കൂ, അതാണ് ഡെവിൾസ് വില്ലേജ്, നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന പരേതരുടെ ഗ്രാമം. പെട്ടെന്ന് തണുത്ത കാറ്റ് വീശി. കൂട്ടം കൂട്ടമായി എത്തിയ മേഘപാളികൾ ആകാശം മറച്ചു. സൂര്യപ്രകാശം മങ്ങി. വീണ്ടും ദൂരെ ചെന്നായ്ക്കളുടെ ഓരിയിടൽ മുഴങ്ങി. അപ്പോൾ ലാറിയൻ പറഞ്ഞു, നിങ്ങൾ ഇറങ്ങിക്കൊള്ളൂ, ഞങ്ങൾ മടങ്ങിപ്പോവുകയാണ്.